ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു സുജാതെ, ഞങ്ങൾ കുറച്ച് മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരാ. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നാൽ ഞങ്ങൾ കൂട്ടത്തോടെ ചത്തുകളയേ ഉള്ളൂ. ഇവിടെ കുറച്ച് പ്രത്യേകതയുള്ള സംഭവങ്ങളൊക്കെ നടന്നു. അതിന് മറുപടി നിങ്ങളാ പറയേണ്ടത്. എനിക്ക് മനസ്സിലായില്ല. അതിനു വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എപ്പോഴാ വരാൻ പറ്റുക? ഞാൻ രാവിലെ തന്നെ വരാം. ആ, വന്നാ കൊള്ളാം. ഹലോ, എന്താമ്മേ? മനുവിന്റെ അമ്മയാ വിളിച്ചത്. അവിടെ വരെ എന്ന് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തുപറ്റി? അമ്മ ജ്യോതി ഒന്ന് വിളിച്ചു വെച്ചേ. ഏയ് വേണ്ട, എന്തായാലും ഇനി അവിടെ ചെന്നിട്ടാവാം. അവര് ദേഷ്യത്തിലാണോ സംസാരിച്ചത്? അവരുടെ ദേഷ്യം ഏതാ നല്ല രീതി ഏതാന്ന് എനിക്കറിയില്ല. അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയല്ലേ. മോളെ, സാധാരണ പോലെ ഞാൻ അവിടെ പോകുന്നു ഹരിയോടും അമ്മാവനോടും ഒക്കെ പറഞ്ഞാൽ മതി. ഇനി അതെന്താണാവോ? സീരിയൽ സെറ്റില് നായകന്റെ വികിളകി നായികയുടെ മുഖത്ത് വീണ് നായിക ബോധം കെട്ടെന്നാ. അയ്യോ, ഇത് ഏത് സീരിയല്? ആ ഒരു രാത്രിയുടെ അങ്ങനെ കടന്നു പോയി അല്ലേടാ. ആ എനിക്കുവേ നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു. മനുഷ്യനല്ലേ, കൊല്ലാൻ മടിയില്ലാത്തവനാണെങ്കിലും ഇടയ്ക്കൊന്ന് ചിന്തിക്കില്ലേ? അവൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അതൊന്നും പറഞ്ഞ ആശ്വാസമൊന്നും കൊള്ളണ്ട. അവനെപ്പോഴും അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ വട്ടനാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ കൊല ചിരിച്ചിരിക്കും. മക്കളെ, നീ എന്തായാലും പുറത്തിറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ജനിച്ച എല്ലാരും മരിക്കുമല്ലോ അമ്മാവ. മരണം വരാനുണ്ടെന്ന് കരുതി ആരും അവരവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കില്ലല്ലോ. ആ മോളെ, അല്ല താഴെ സുജാത എഴുന്നേറ്റാ? എഴുന്നേറ്റു. ജ്യോതിയുടെ വീട്ടിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാം. എന്തുപറ്റി പെട്ടെന്ന്? അറിയില്ല. അല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആർക്കറിയാം? അല്ല മനുവിന്റെ അച്ഛനാണല്ലോ അവിടുത്തെ അമ്മ. അല്ല, മറ്റേ മനുവിന്റെ കേസ് നടക്കുമ്പോ ജീവൻ അവിടെ ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. ആ എന്നാ പിന്നെ സംശയിക്കണ്ട. ജീവനെ കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് അതിനെ കുറിച്ച് പറയാനാവും. എടോ, ഭാർഗവൻ സാറ് വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. നമ്മളോട് രണ്ടുപേരോടും അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്നാ എനിക്ക് കാര്യം മനസ്സിലായി. എന്തുവാ? ജീവൻ അവിടെ ചെന്നിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി കൃഷിഭൂമി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരിക്കും വിളിക്കാം. ഹരി, അത്രയ്ക്ക് നമ്മുടെ ചിന്ത പോയില്ലല്ലോടാ. ഇനി അങ്ങനെ എന്തെങ്കിലും ആവൂ? അല്ല, ഭാർഗവൻ സാറിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. ഇനിയിപ്പോ പറയാനും പറ്റില്ല. ഓ എടോ, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ജീവിതം പിന്നെയും ദുരിതത്തിലാവാണ് അല്ലേ ഹരി? ഞാനും അമ്മയും ചുമക്കേണ്ട ഭാരം ഇപ്പൊ ഹരി കൂടി. എടോ, ഞാൻ തന്റെ ആരാ? തന്റെ ഭർത്താവല്ലേ? നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ ജീവിക്കുന്നത്.
അപ്പൊ പിന്നെ എന്റെ പ്രശ്നം തന്റെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മുടെ പ്രശ്നമാ. ആ മോളെ, ഒത്തുപിടിച്ച് നേടാൻ തീരുമാനിച്ച ഇതൊന്നും പിന്നെ കാര്യമല്ല. വിളിച്ച സ്ഥിതിക്ക് എന്തായാലും ഭാർഗവം വിളിച്ചത് എന്തിനാണെന്നൊന്ന് അന്വേഷിച്ചിട്ട് വാ. ചെല്ല് ചെല്ല്. ആ ഡോ, വാ. ആ ഊറച്ചായ ഹരി ഇട്ടതായിരിക്കും ഊളച്ചായ. ഇനി അവനെ ആ ചായ ഇടാൻ പഠിപ്പിക്കണം. ആ ഹാപ്പി വണ്ടർ പദ്ധതി. അതെന്ത് പദ്ധതി? അമ്മാമേ, ആ ആദിക്കുട്ടാ, സുഖാണോടാ? അമ്മാമ വന്നപ്പോ നിത്യാമ്മയെ കൂടി കൊണ്ടുവരാത്ത എന്താ? നിത്യാമ്മയും ഹരിയങ്കളും കൂടി ഒരു സ്ഥലം വരെ പോയിരിക്കും. നമുക്കകത്തേക്ക് പോവാം. വാ. ഇതാര്? സുജാതയോ? വാ വാ. എന്താ രഘുവിന്റെ വിശേഷങ്ങളൊക്കെ? രഘുവേട്ടൻ റിട്ടയർമെന്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുക. വരാൻ വൈകും. മോളെ, അമ്മേ, എന്തു പറ്റും മോളെ? എന്തിനാ നീ കരയുന്നേ? അല്ല, മനു ഇവിടെ ഇല്ലേ? മനു പുറത്തു പോയിരിക്കുക. ആഹാ, അമ്മ വന്നിട്ട് വെള്ളമൊന്നും കൊടുക്കുന്നില്ലേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? എന്റെ പൊന്നു സുജാതെ, ഞങ്ങള് കുറച്ച് മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരാ. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നാൽ ഞങ്ങൾ കൂട്ടത്തോടെ ചത്തുകളയേ ഉള്ളൂ. അല്ലാതെ ആ നാണക്കേടും ചുവന്ന് നടക്കില്ല. എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ മതി. ഇന്നലെ പാതിരാത്രി ഇവിടെ ഒരു വിരുന്നുകാരനുണ്ടായിരുന്നു. സുജാതയുടെ മോൻ ജീവൻ. ഏട്ടൻ വന്നിരുന്ന അമ്മേ. വന്നതെന്ന് മാത്രമല്ല, കേറിയിരുന്ന് ഉണ്ടിട്ടാ പോയത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് മനു ഇവിടെ ഉണ്ടായിരുന്നു. അവനിപ്പോ വലിയ പദവിയിലിരിക്കുന്നോണ്ടേ പോലീസിനെ വിളിച്ച പെട്ടെന്ന് വരും. ഞങ്ങള് മാത്രമായിരുന്നെങ്കിലോ? അവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? ഇല്ലമ്മേ, ഏട്ടൻ നന്നായിട്ടാ പെരുമാറിയത്. ഇവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി ഒരിക്കലും കാണില്ല എന്നൊക്കെ പറഞ്ഞാ പോയത്. മോളിങ്ങോട്ട് മാറിയേ. തലയ്ക്ക് സുഖയില്ലെന്ന് കോടതി തന്നെ വിധിച്ചതല്ലേ? അപ്പൊ പിന്നെ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിയും കയറി വരില്ലെന്ന് ആർക്കറിയാം?